welcome back to my channel Fain Maths Classes. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 15 ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫിൽ എക്സസൈസ് 15.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A courier person cycles from a town to a neighboring suburban area to deliver a parcel to a merchant. His distance from the town at different times is shown by the following graph. അതായത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കൊറിയൻ പേഴ്സൺ അയാൾ സൈക്കിളിൽ അതായത് സബർബൻ ഏരിയയിലെ ഒരു മെർച്ചൻറ്റിന് പാഴ്സൽ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൗണിൽ നിന്നും യാത്ര ചെയ്ത ദൂരം പല സമയങ്ങളിലായിട്ട് യാത്ര ചെയ്തിരിക്കുന്ന ആ ഡിസ്റ്റൻസ് ആണ് നമ്മളെടുത്ത് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, 8 AM അദ്ദേഹം ട്രാവൽ ചെയ്തത് നോക്കിക്കേ. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് കിലോമീറ്റർ, ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്, എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന്. അപ്പോൾ നോക്കിക്കേ, 8 മണിക്ക് അദ്ദേഹം 10 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തിരിക്കുന്നത്. കണ്ടോ, 10 കിലോമീറ്റർ. ഇനി 9 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്നും അദ്ദേഹം ഇത്രയും ദൂരം യാത്ര ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, വീണ്ടും 11:30 ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗ്രാഫിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് സമയവും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസും ആണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നോക്കിയിട്ട് നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം, ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ സ്കെയിൽ ടേക്കൺ ഫോർ ദ ടൈം ആക്സിസ്? നമ്മൾ എപ്പോഴും ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ സ്കെയില് നമ്മൾ എഴുതാറുണ്ട് അല്ലേ? അപ്പം അതേപോലെ ഇവിടെ ടൈം ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ടൈം ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സ്കെയിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 1 ബോക്സ് കണ്ടോ, ഞാൻ പെൻസിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടം വരെയുള്ള ഈ ഒരെണ്ണം ആണല്ലോ നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് എത്രയായിട്ട് എടുക്കാം? 1 യൂണിറ്റ്. നോക്കിയേ, അടുത്തതായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 യൂണിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 യൂണിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 യൂണിറ്റ്. അപ്പോൾ എത്ര യൂണിറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത്? 4 യൂണിറ്റ്. കണ്ടോ, അപ്പം ആ ഒരു ഗ്യാപ്പാണ് ഇവിടെ 1 മണിക്കൂറിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നോക്കിക്കേ, 9 AM to 10 AM 1 മണിക്കൂറാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എടുത്തിരിക്കുന്ന ഗ്യാപ്പും അതുപോലെ തന്നെ അല്ലേ? നോക്കിയേ, ഇത് ഇത്രയും 1 യൂണിറ്റ്, ഇത് ഇത്രയും 2 യൂണിറ്റ്, ഇത് ഇത്രയും 3 യൂണിറ്റ്, ഇത് ഇത്രയും 4 യൂണിറ്റ്. കണ്ടോ, അടുത്ത 1 മണിക്കൂർ, അതായത് 10 മണി മുതൽ 11 മണി വരെ. നോക്കിയ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എത്ര യൂണിറ്റ് എടുത്തിരിക്കുന്നതെന്ന്? 1 2 3 then 4 യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എഴുതാം അല്ലേ? 4 യൂണിറ്റ് ആണ് സ്കെയിൽ എടുത്തിരിക്കുന്നതെന്നുള്ളത്. 4 യൂണിറ്റ് എന്നാണ് ഇത്. ഓക്കെ, 4 യൂണിറ്റ് എത്ര അവറായിട്ട് എടുത്തിരിക്കുന്നത്? 1 hour അല്ലേ? ഓരോ മണിക്കൂറിനിടയിൽ 4 യൂണിറ്റിൻ്റെ ഗ്യാപ്പ് നമ്മുടെ ഈ ഒരു ഗ്രാഫിനകത്ത് എടുത്തിരിക്കുന്നത്. കണ്ടോ, 8 AM to 9 AM. കണ്ടോ, 4 യൂണിറ്റിൻ്റെ ഗ്യാപ്പാണ് ഉള്ളത്. അടുത്ത 1 hour എടുത്തപ്പോഴും 4 യൂണിറ്റിൻ്റെ ഗ്യാപ്പ് തന്നെ. അടുത്ത 1 മണിക്കൂർ എടുത്തപ്പോഴും 4 യൂണിറ്റിൻ്റെ ഗ്യാപ്പ് തന്നെ. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ, ആ സ്കെയിൽ എടുത്തിരിക്കുന്ന ടൈം ആക്സിസിൽ 4 യൂണിറ്റ് ആണ്. അതെന്ന് പറയുന്നത് 1 hourന് ഇക്വലാണ് അല്ലേ? അപ്പോൾ 1 hour ഇടവിട്ടല്ലേ നമ്മൾ 4 യൂണിറ്റ് വെച്ച് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡിഡ് ദ പേഴ്സൺ ടേക്ക് ഫോർ ദ ട്രാവൽ? എത്ര ടൈമാണ് എടുത്തത് ട്രാവൽ ചെയ്യാനായിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 8 AM to 9 AM 1 മണിക്കൂർ. അടുത്തത് 9 AM to 10 AM, അടുത്ത 1 മണിക്കൂർ. അപ്പോൾ മൊത്തത്തിൽ 2 മണിക്കൂറായല്ലോ. അടുത്തത് 10 AM to 11 AM 3 മണിക്കൂറായി. നോക്കിക്കേ, ഇത് ഇത്രയും 1 hour, അടുത്തത് 2 hour, അടുത്തത് 3 hour. കണ്ടോ, 1 + 1 2, 2 + 1 3 hour. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത നമ്മളെടുത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇങ്ങോട്ട് താഴോട്ട് നോക്കിയാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 11ൻ്റെയും 12ൻ്റെയും ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എത്ര മണിക്കൂറാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? 11ൻ്റെയും 12ൻ്റെയും ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്.
കണ്ടോ, ദാ ഇവിടെ ഇങ്ങനെ. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 11:30. അതെങ്ങനെയാണ് എനിക്ക് 11:30 ആണെന്ന് മനസ്സിലായേ? എങ്ങനെയാണെന്ന് അറിയാവോ? ഇതാ നമ്മൾ സ്കെയിൽ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ് ആയിട്ട് എടുത്തില്ലേ? അത് നമ്മൾ 15 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എത്ര മിനിറ്റ് ആണ്? 15 മിനിറ്റ്. ഇതാ അപ്പം നോക്കിക്കേ, 15 ഡേ ഇവിടെ എത്തിയപ്പോൾ എത്രയായി? 30 മീൻസ് അരമണിക്കൂർ അല്ലേ? ഇതാ വീണ്ടും 45, അടുത്ത് എത്തിയപ്പം 60. കണ്ടോ? അപ്പോൾ എത്രയായി? 1 മണിക്കൂറായി. കണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലായി 15 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇവിടെ വരുമ്പോൾ എത്രയായിരിക്കും? അരമണിക്കൂറാണ് അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ ദേ നോക്കിയേ, 11 മണി, 11:15, അടുത്ത ഇതെന്താണ്? 11:30. കണ്ടോ? 11:45, 12 മണി. കണ്ടോ? ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? എങ്ങനെയാണെന്ന് പിടി കിട്ടിയോ? അതായത് 15 മിനിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. 11:15, കണ്ടോ? 11:30, അതായത് 11:30. അടുത്തതാകുമ്പോൾ 11:45, അടുത്തതാകുമ്പം 12 o'clock. പിടികിട്ടി എൻ്റെ മക്കൾസിന്? കണ്ടോ? 11, 11:15, 11:30, 11:45, ദെൻ എത്രയാണ്? 12 o'clock. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇവിടെ വരുമ്പോൾ എത്രയാണ് വരുന്നത്? 11:30. അപ്പോൾ ഇവിടെ ഇത്രയും ഗ്യാപ്പ് എന്ന് പറയുന്ന അന്നേരം എത്രയാണ്? അര അല്ലേ? അപ്പോൾ ഇവിടം വരെ നമുക്ക് മനസ്സിലായി 3 hours ആണെന്ന്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് അരയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 3.5 മണിക്കൂറാണ് അയാൾ ട്രാവൽ ചെയ്തതെന്നുള്ളത്. പിടികിട്ടി കാണുമല്ലോ? അപ്പോൾ ഞാനിവിടെ എഴുതാം 3.5 hours. ഓക്കെ. അപ്പോൾ ഇത്രയും ടൈമാണ് ആ ഒരു കൊറിയർ ബോയ് ട്രാവൽ ചെയ്തത്. അടുത്ത നമുക്ക് നോക്കാം. ഹൗ ഫാർ ഈസ് ദ പ്ലേസ് ഓഫ് ദ മെർച്ചൻറ്റ് ഫ്രം ദ ടൗൺ? അതായത് ടൗണിൽ നിന്നും ആ മെർച്ചൻറ്റിൻ്റെ, ആ വ്യാപാരിയുടെ സ്ഥലത്തേക്കുള്ള ദൂരം എത്രത്തോളം ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ നിന്നാണ് അദ്ദേഹം ട്രാവൽ ചെയ്തത്, കൊറിയർ ബോയ്. അപ്പോൾ ഇവിടെ നിന്ന് ആ മെർച്ചൻറ്റിൻ്റെ പ്ലേസ് എന്ന് പറയുമ്പോൾ ദേ ഇവിടെയാണല്ലോ. അപ്പോൾ അവിടെ വരെ എത്ര കിലോമീറ്ററാണ് തന്നിരിക്കുന്നത്? ഇതാ നമുക്ക് നോക്കാം. കണ്ടോ? എത്ര കിലോമീറ്റർ ആണ്? 22. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പം 22. അപ്പോൾ എത്ര ദൂരമാണ് ഉണ്ടായിരുന്നത്? 22 കിലോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് ദ പേഴ്സൺ സ്റ്റോപ്പ് ഇൻ ഹിസ് വേ എക്സ്പ്ലെയിൻ? അതായത് ഇടയ്ക്ക് വഴിയിലെങ്ങാനും യാത്ര ചെയ്യൽ നിർത്തിയിരുന്നോ എങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നിർത്തിയോ ഇല്ലയോ എന്നുള്ളത്. 8 മണി മുതൽ 9 മണി വരെ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും. അടുത്ത 9 മണി മുതൽ 10 മണി വരെയും ട്രാവൽ ചെയ്യുന്നുണ്ട്. കാരണം ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടോ? ഇവിടുന്ന് തുടങ്ങിയത് 9 മണിയപ്പോൾ 10 കിലോമീറ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഡിസ്റ്റൻസ് കൂടി പോയിട്ടുണ്ട്. ഇനി അടുത്ത 10 മണിയിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഡിസ്റ്റൻസ് കൂടിയിട്ടില്ല. കൂടിയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ 10 മണിയിലെ പോയിൻ്റാണ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. ഇപ്പം അദ്ദേഹം ഇവിടുന്ന് ട്രാവൽ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ കിടക്കുന്നത്. കണ്ടോ? ഡിസ്റ്റൻസ് 16 കിലോമീറ്ററിൽ എത്തിയായിരുന്നു അദ്ദേഹം നിന്നിരുന്നത് 10 മണി ആയപ്പോഴും. കണ്ടോ? പക്ഷെ ആ 10 മണി കഴിഞ്ഞിട്ടും അതേ കിലോമീറ്ററിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കിക്കോണം? അദ്ദേഹം വഴിയിൽ സ്റ്റോപ്പ് ചെയ്തു. അതായത് 10 മണിയായപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നിർത്തി. കണ്ടോ? അപ്പോൾ എത്ര മണിവരെയാണ് അദ്ദേഹം നിന്നിരിക്കുന്നത്? ഇവിടെ നമ്മൾ താഴോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു 10:30 വരെയാണെന്ന്. എങ്ങനെ എനിക്ക് 10:30 ആണെന്ന് മനസ്സിലായേ? ഞാൻ പറഞ്ഞു തന്നു ഓരോ യൂണിറ്റ് 15 മിനിറ്റ് വെച്ചിട്ടായിരിക്കും വരുന്നതെന്നുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 10:15, അടുത്തതായപ്പോൾ 10:30. ഈ 10:30 ഇതെന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു 10 മണിക്കും ഈ 10:30ക്കും ഇടയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ട്രാവൽ ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നത് അല്ലേ? ആ ഒരു ടൈമിൽ എങ്ങോട്ട് നീങ്ങിയിട്ടില്ല. കണ്ടോ? ഡിസ്റ്റൻസ് മാറിയിട്ടേ ഇല്ല. ഈ 10 മണിക്കും 16 തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ 10:30 മണിക്കും അദ്ദേഹം നിൽക്കുന്നത് ആ 16 കിലോമീറ്ററിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ ഡിസ്റ്റൻസിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതായത് അദ്ദേഹം വഴിയിൽ നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എഴുതാം. Yes, he stopped on his way എപ്പോഴാണ് അദ്ദേഹം നിർത്തിയത്? ഫ്രം
10 AM to 10:30 AM അല്ലേ? 10 മണി മുതൽ 11:30 മണി വരെയാണ് അദ്ദേഹം വഴിയിൽ നിന്നത് അല്ലേ? അതല്ലേ കറക്റ്റ്? ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മളെടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ കൊണ്ടുവന്ന് വേറെ എടുത്ത് എഴുതി വെച്ചല്ലേ. ഓക്കെ, നമുക്കത് കട്ട് ചെയ്തിട്ട് അപ്പുറത്തോട്ട് എഴുതാം. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ. യെസ്, he stopped on his way. He stopped in his way from 10 AM to 10:30 AM. ഇനി നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതെങ്ങനെയാണ് അത് കാണിച്ചിരിക്കുന്നത്? എവിടെ കാണിച്ചിരിക്കുന്നത്? ഹോറിസോണ്ടൽ പാർട്ട് കാണുമ്പോഴാണ്. ഈ ഗ്രാഫിൻ്റെ ഹോറിസോണ്ടൽ പാർട്ട് നോക്കിയാണ് മനസ്സിലാക്കിയത് അല്ലേ? ഹോറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ടൈം ആക്സിസ് ആണ് ഹോറിസോണ്ടലിൽ കിടക്കുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഇതാ കണ്ടോ, ഈ ഹോറിസോണ്ടൽ പാർട്ട് നോക്കിയപ്പോഴേ നമുക്ക് മനസ്സിലായത് ഈ ഡിസ്റ്റൻസിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നമുക്കിവിടെ എഴുതി വയ്ക്കാം. This is indicated by the horizontal part of the graph. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്യൂറിങ് വിച്ച് പീരീഡ് ഡിഡ് ഹി റൈഡ് ഫാസ്റ്റസ്റ്റ്? അതായത് ഏത് സമയത്താണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത് ഫാസ്റ്റ് ആയിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 8 മണി മുതൽ 9 മണി വരെ അദ്ദേഹം 10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി 9 മണി മുതൽ 10 മണി വരെ അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നത് എത്ര കിലോമീറ്റർ ദൂരമാണ്? അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാലേ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഏത് ടൈമിലാണ് അദ്ദേഹം ട്രാവൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫ്രം ആൻസർ ആയിട്ട് എഴുതേണ്ടുള്ളതാണ് കേട്ടോ. ഡിസ്റ്റൻസ് ഫ്രം 8 AM to 9 AM. 8 മണി മുതൽ 9 മണി വരെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ദൂരം എത്രയായിരുന്നു? നോക്കിക്കേ, 10 കിലോമീറ്റർ. അപ്പോൾ അത് നമുക്കിവിടെ അടുത്ത് എഴുതാം. ഇനി ഡിസ്റ്റൻസ് ഫ്രം 9 AM to 10 AM. അത് എത്ര ദൂരമാണ്? 9 AM to 10 AM. 9 AM അദ്ദേഹം നിൽക്കുന്നത് 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇവിടം വരെ എത്തി. 10 AM ആയപ്പോഴത്തേക്ക് 16 കിലോമീറ്റർ അല്ലേ? അപ്പോൾ 16ൽ നിന്ന് ഈ 10 മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ദൂരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. 16 - 10 = 6 കിലോമീറ്റർ. അടുത്ത ഡിസ്റ്റൻസ് ഫ്രം, പിന്നെ അദ്ദേഹം ട്രാവൽ ചെയ്തത് 10 to ഇതാണ്ട് ഇവിടെ നടുക്കാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 10:30 ആണെന്ന്. ഇതേ ഒരു ചേഞ്ചും വന്നിട്ടില്ല അല്ലേ? 16 കിലോമീറ്ററിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? 10ൽ 16 ആണ്, 10:30യിലും 16ൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം 10 AM to 10:30 AM. 10 AM എവിടെ തന്നെയായിരുന്നു? 16ൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും 10:30യിൽ എവിടെ അദ്ദേഹം നിൽക്കുന്നത്? 16ൽ തന്നെയാണ്. അതായത് 0 കിലോമീറ്റർ, അതായത് സഞ്ചരിച്ചിട്ടേ ഇല്ല. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം 10:30 AM to എവിടം വരെയാണെന്ന് നോക്കാം. 10:30 AM. ഇനി അടുത്ത എവിടം വരെയാണ് സഞ്ചരിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു അത് 11:30 ആണെന്നല്ലേ? 11, 11:15, then 11:30. അപ്പോൾ 11:30 വരെയുള്ള ദൂരം അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 11:30യിൽ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നത്? 22. ദെൻ 10:30യിൽ ഉണ്ടായിരുന്നത് 16ൻ്റെ അവിടെയാണ്. അപ്പോൾ 22ൽ നിന്ന് 16 മൈനസ് ചെയ്താൽ മതി. 22 - 16 എത്ര കിട്ടും നമുക്ക്? 6 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലേ? 17, 18, 19, 20, 21, 22, 6 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏതാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് സഞ്ചരിച്ചിരിക്കുന്ന ആ കിലോമീറ്റർ എന്ന് ആ ഒരു ടൈം എന്ന് പറയുന്നത് 8 AM to 9 AM. കണ്ടോ, 10 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ 6 കിലോമീറ്റർ വീതമേ ഉള്ളൂ. ഇവിടെയാണ് അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് അദ്ദേഹം റൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ബിറ്റ്വീൻ
8 a.m. and 9 a.m. he ride fast. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ബൈ സ്റ്റുഡൻസ്.